പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ കർണാമൃതമാകുന്നത് ഒരു കഥയാണ്. ആ കഥ നമുക്ക് പറഞ്ഞു തരാനായി ഇവിടേക്ക് വരുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇന്ദിര ഉദയകുമാറാണ്. ഇന്ദിര ഉദയകുമാറിനെ ഞാൻ കർണാമൃതം ചാനലിൽ ഒരു കഥ പറയാനായി സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കഥ കേൾക്കുവാനായി എല്ലാ പ്രിയമിത്രങ്ങളെയും ഞാൻ ചാനലിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. നമസ്തേ. ഇന്ന് കർണാമൃതം ഒരു ദേവതാ സംഗമവേദി എന്ന യൂട്യൂബ് ചാനലിൽ കഥ പറയുന്നത് ഞാനാണ്. എൻ്റെ പേര് ഇന്ദിര ഉദയകുമാർ. ഈ കഥ പറയാൻ ഇവിടെ അവസരം തന്ന ഇതിൻ്റെ അമരക്കാരിയായ ശ്രീമതി മിനി മുരളിജിക്ക് ഞാൻ എൻ്റെ നന്ദിയും ആദരവും അറിയിക്കുന്നു. കൂടാതെ ഈ യൂട്യൂബ് ചാനലിലെ കഥകളും കവിതകളും എല്ലാം ശ്രവിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എൻ്റെ കഥയിലേക്ക് പോകാം. ഇന്ന് ഒരു പഞ്ചാക്ഷര മഹാത്മ്യ കഥയാണ്. പഞ്ചാക്ഷര മഹാത്മ്യത്തിൻ്റെ ഒരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. ഓം നമഃശിവായ. കാശിരാജ്യം ഭരിച്ചിരുന്ന രാജാവിൻ്റെ മകളായിരുന്നു കലാവതി. കുട്ടിക്കാലം മുതൽക്കേ കലാവതി മഹാഭക്തയായിരുന്നു. നിത്യവും അവൾ തോട്ടത്തിൽ പോയി പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് മാല കെട്ടി ശിവന് ചാർത്തി പൂജ നടത്തിയിരുന്നു. അവൾ ഒരിക്കൽ ഗർഗമുനിയെ കാണുവാനിടയായി. അവൾ മുനിയെ വണങ്ങി. ഭക്തയായ അവളിൽ സന്തോഷം തോന്നിയ മുനി അവൾക്ക് പല കഥകളും പറഞ്ഞുകൊടുത്തു. ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു, മകളെ കലാവതി, പരമഭക്തിയായ നീ എന്നെപ്പോലും ഈശ്വരൻ തുല്യം കണക്കാക്കുന്നു. എന്ത് വരമാണ് നിനക്ക് ഞാൻ നൽകേണ്ടത്? മുനിയുടെ ചോദ്യം കേട്ട കലാവതി പറഞ്ഞു, മഹാമുനിയെ, എൻ്റെ എല്ലാ പാപങ്ങളും തീർത്ത് എന്നെ ഒരു പുണ്യവതിയാക്കുക. അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഇന്നു മുതൽ ശിവായ നമ എന്ന പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക. നിന്റെ എല്ലാ പാപങ്ങളും നിന്നെ വിട്ടകലും. മുനിയുടെ നിർദ്ദേശപ്രകാരം കലാവതി അദ്ദേഹത്തെ നമസ്കരിച്ച് ആശ്രമത്തിൽ നിന്നും മടങ്ങി. ഗർഗമുനിയുടെ ഉപദേശപ്രകാരം കലാവതി ഏകാന്തമായ ഒരു പ്രദേശത്ത് ചെന്നിരുന്ന് ശിവായ നമ എന്ന ശൈവ പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് കാലങ്ങൾ തള്ളി നീക്കി. പുണ്യവതിയായ അവളുടെ ഭക്തിയിൽ സന്തുഷ്ടനായ മഹേശ്വരൻ അവളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. കാലം അവളിൽ പല മാറ്റങ്ങളും വരുത്തി. ഇതിനകം കലാവതി വളർന്ന് അതിസുന്ദരിയായ ഒരു യുവതിയായി മാറിയിരുന്നു. കാശിരാജൻ അവളുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചു. അതിനായി യോഗ്യനായ ഒരു വരനെ കണ്ടെത്തി. ദശാർഹൻ എന്നൊരു രാജാവായിരുന്നു ആ സമയത്ത് മധുര ഭരിച്ചിരുന്നത്. അയാൾ എല്ലാം കൊണ്ടും കലാവതിക്ക് യോഗ്യനാണെന്ന് തോന്നിയ മന്ത്രി ആ വിവരം കാശിരാജാവിനെ ധരിപ്പിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദശാർഹനെ കലാവതിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ കാശിരാജൻ തീരുമാനിച്ചു. അവരുടെ വിവാഹം നിശ്ചയിച്ചു. പല രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരും ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാനെത്തി. ശുഭമുഹൂർത്തമായപ്പോൾ കലാവതി ദശാർഹ രാജാവിൻ്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി. ആ വധുവരന്മാരുടെ സമ്മേളനം അവിടെ കൂടിയിരുന്ന സകലർക്കും ആനന്ദമുളവാക്കി. ദശാർഹൻ രാജകുമാരിക്ക് യോജിച്ച വരൻ തന്നെ എന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ, അയ്യോ, ഇത് വലിയ ചതിയായിപ്പോയി. പുണ്യവതിയായ കലാവതിക്ക് ദശാർഹൻ യോജിച്ച വരനല്ല എന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. വിവാഹശേഷം കലാവതിയെയും കൊണ്ട് മധുരയിലേക്ക് മടങ്ങിയ ദശാർഹൻ ആദ്യ രാത്രിയിൽ അതീവ ആവേശത്തോടെ അവളുടെ സമീപത്തെത്തി. ഒന്ന് തൊടാൻ ശ്രമിച്ചതും ഞെട്ടിപ്പിന്മാറി. അയ്യോ, എൻ്റെ ദേഹമാസകലം ചുട്ടുപൊള്ളുന്നു, ഇതെന്ത് മായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ഭയവിഹ്വലനായി നിന്നു. അത് കണ്ട് കലാവതി ഞെട്ടിത്തെറിച്ചെങ്കിലും ശിവ അനുഗ്രഹത്താൽ പെട്ടെന്ന് അവൾക്കുണ്ടായ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ഇപ്രകാരം പറഞ്ഞു, നാഥ,
അങ്ങ് ധാരാളം പാപം ചെയ്തിട്ടുള്ള ആളാണ്. അതാണ് എന്നെ തൊടാൻ ശ്രമിച്ചപ്പോൾ അങ്ങയുടെ ദേഹം ചുട്ടുപൊള്ളാൻ കാരണം. ലജ്ജയും ദുഃഖവും കൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്ന ഭർത്താവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കലാവതി തുടർന്നു. പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് പുണ്യവതിയായ എന്നെ പാപികൾ തൊടാൻ പാടില്ല. അങ്ങ് എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളത്? പ്രിയെ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ മഹാപാപിയാണ്. എൻ്റെ പ്രജകളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് വളരെ ക്രൂരമായാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. പ്രജകളുടെ ക്ഷേമം നോക്കാതെ ഞാൻ ഭരണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയെല്ലാം വന്നുപെട്ടത്. സ്വപതിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കലാവതി പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. തെറ്റു ചെയ്തെങ്കിൽ അതിന് പ്രായശ്ചിത്തവുമുണ്ട്. നാളെ തന്നെ നമുക്ക് ഗർഗമുനിയുടെ ആശ്രമത്തിലേക്ക് പോകാം. അദ്ദേഹം എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാതിരിക്കില്ല. അടുത്ത ദിവസം തന്നെ ദശാർഹനെയും കൂട്ടി കലാവതി ഗർഗമുനിയുടെ ആശ്രമത്തിലെത്തി. കലാവതി മുനിയെ കണ്ട് നമസ്കരിച്ചു. ഭർത്തൃസമേതയായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന കലാവതിയെ കണ്ട് അത്യാഹ്ലാദപരവശനായ മുനി ചോദിച്ചു, മകളെ, നാം സന്തുഷ്ടനായിരിക്കുന്നു. പക്ഷേ നിന്റെ ഉള്ളിൽ എന്തോ ദുഃഖം അലതല്ലുന്നുണ്ടല്ലോ. രാജാവേ, അങ്ങയുടെ മുഖവും മ്ലാനമായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മുനിയുടെ ചോദ്യം കേട്ട ഉടനെ ദശാർഹൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടും ആ പാദങ്ങളിൽ വീണു നമസ്കരിച്ച് തൻ്റെ പാപങ്ങളെല്ലാം അദ്ദേഹത്തോട് ഏറ്റുപറഞ്ഞു. മുനി രാജാവിനെ ആശ്വസിപ്പിച്ച് കുറച്ചുനാൾ ദശാർഹനും കലാവതിയും അവിടെ താമസിച്ചുകൊണ്ട് ഗർഗമുനി ഉപദേശിച്ച പോലെ ശിവപൂജകൾ നടത്തിയും സദാ പഞ്ചാക്ഷര മന്ത്രം ജപിച്ചും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുനി രാജാവിനെ വിളിച്ചു പറഞ്ഞു, ഹേ രാജൻ, അങ്ങയുടെ പാപങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള പൂജകളെല്ലാം ഇതിനകം അങ്ങ് ചെയ്തു കഴിഞ്ഞു. ഇനി കാളിന്തി നദിയിൽ ചെന്ന് മുങ്ങിക്കുളിക്കുക. അതോടെ എല്ലാ പാപങ്ങളും അങ്ങയെ വിട്ടുമാറി പുണ്യവാനായിത്തീരും. മഹർഷിയുടെ അനുഗ്രഹം ലഭിച്ച ദശാർഹൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആശ്രമത്തിൽ നിന്നും യാത്ര തിരിച്ചു. നടന്നവർ കാളിന്തി തീരത്തെത്തിയപ്പോൾ കലാവതി പറഞ്ഞു, പ്രാണനാഥ, അങ്ങ് മനസ്സുരുകി ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാളിന്തി നദിയിൽ ഇറങ്ങി മുങ്ങുക. കാളിന്തി നദിയിൽ മുങ്ങിയ ദശാർഹന് എന്തെന്നില്ലാത്ത സുഖം തോന്നി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും കുറേ കാക്കകൾ പറന്നു പോകുന്നത് കണ്ട കലാവതി പറഞ്ഞു, നാഥ, അതാ നോക്കൂ, കുറേ കറുത്ത പക്ഷികൾ അങ്ങയുടെ ശരീരത്തിൽ നിന്നും പറന്നു പോകുന്നത് കണ്ടില്ലേ? അതെ, ഞാൻ കണ്ടു. അവ എൻ്റെ പാപങ്ങളായിരുന്നു. എല്ലാം ഇപ്പോൾ എന്നെ വിട്ടുപോയി. കാക്കകളുടെ രൂപത്തിൽ പുറത്തു വന്ന പക്ഷികൾ എൻ്റെ പാപങ്ങളാണ്. എല്ലാം മഹാദേവനായ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹമാണ് പ്രഭു. പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങയുടെ പാപം വിട്ടുമാറിയത് എന്ന് കലാവതി പറഞ്ഞു. ഗർഗമുനിയെ ഒരിക്കൽ കൂടി ചെന്ന് കണ്ട് വണങ്ങി ഇരുവരും സന്തുഷ്ടരായി കൊട്ടാരത്തിലേക്ക് മടങ്ങി. അന്നു മുതൽ ദശാർഹൻ ഉത്തമനായ ഒരു രാജാവായി വളരെ കാലം കലാവതിയോടൊപ്പം രാജ്യം ഭരിച്ചു വന്നു. മന്ത്രജപം കൊണ്ട് ജഗദീശ്വരൻ വേഗം പ്രസാദിക്കും. അങ്ങനെയുള്ള മന്ത്രങ്ങളിൽ ശ്രേഷ്ഠം പഞ്ചാക്ഷരമാണ്. പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് ജപയജ്ഞം നടത്തുന്ന ശ്രേഷ്ഠ ക്ഷേത്രങ്ങളാണ് ഹരിദ്വാർ, കാശിപ്രയാഗ, രാമേശ്വരം, ഗോകർണ, കാളഹസ്തി, കുംഭകോണം, മഹാകാളക്ഷേത്രം, ചിദംബരം, ദക്ഷിണ കൈലാസം എന്ന് വിശേഷിപ്പിക്കുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം. ഓം നമഃ ശിവായ. നമസ്കാരം പ്രിയ കുടുംബമിത്രങ്ങളെ, എൻ്റെ കഥ ഇവിടെ അവസാനിച്ചു. എല്ലാവരും കഥ കേട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.